ലാസ്റ്റ് വീണ്ടും നവ്യയിലേക്ക് പറയുമ്പോൾ ദൈവം ചില ആഗ്രഹങ്ങൾ അവസാനത്തേക്ക് ചിലപ്പോൾ മാറ്റിവെക്കുന്നു പറഞ്ഞ പോലെ നവ്യ എനിക്ക് തോന്നുന്നു ഞാൻ ഭേദമല്ല ഇന്റർവ്യൂ ജീവിതം തുടങ്ങിയ കാലം മുഴുവൻ തുടങ്ങുന്നത് ആ ഒരു ഇതിലാണ് നവ്യയോടുള്ള ഇഷ്ടം പറഞ്ഞുകൊണ്ട്. അങ്ങനെ എനിക്ക് തോന്നുന്നു അതിനുശേഷം നവ്യ കല്യാണം കഴിച്ചു. നവ്യക്ക് ഇപ്പോൾ കല്യാണം കഴിക്കാനുള്ള മകനായി എന്നിട്ടാണ് ഞങ്ങൾ അവസാനം ഒരുമിക്കുന്നത്. എന്നാൽ പോലും ഞാൻ പറയുന്നു, ഞാൻ CM ആയി സത്യപ്രതിജ്ഞ ചെയ്യുന്ന ദിവസം സാരി എടുത്ത് ആ ഫ്രണ്ട് റോയിൽ കണ്ണു നിറഞ്ഞുകൊണ്ട് നവ്യ ഉണ്ടാവും. അമ്മയുടെ പ്രസിഡന്റ് ആകുമ്പോഴല്ല, CM അമ്മ വന്നാൽ മതി, കണ്ണു നനച്ചുകൊണ്ട് നവ്യ ഉണ്ടാവും എന്നുള്ള എല്ലാവർക്കും. ധ്യാനിന്റെ ഈ ഒരു പ്രസംഗം എല്ലാവരും കേട്ട് കാണും. ഈ ധ്യാനിനെ കുറിച്ച് നമുക്ക് കൃത്യമായിട്ട് അറിയാം. ധ്യാന് എല്ലാം തമാശ രൂപേണ അവതരിപ്പിക്കുന്ന ആളാണ്. കൂടുതലും ട്രോളാണ്. ധ്യാൻ തന്നെ ഫേമസ് ആയത് തന്നെ ഈ ട്രോളിലൊക്കെയാണ്. അതുപോലെ തന്നെ പറയേണ്ട കാര്യങ്ങൾ തമാശ രൂപേണ കൊള്ളുന്ന രീതിയിൽ പറയുന്ന ആളുമാണ്. സാധാരണ ധ്യാനാണ് എല്ലാവർക്കും ഇങ്ങനെ തമാശ രൂപേണ കൊള്ളിക്കുന്നത്. പക്ഷെ ഇപ്രാവശ്യം കൊണ്ടത് ധ്യാനായിപ്പോയി എന്നുള്ളതേ ഉള്ളൂ. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും, ധ്യാൻ ശ്രീനിവാസൻ ഈ തൃശയും അജിത്തിനെയും കമ്പയർ ചെയ്തുകൊണ്ട് നവ്യ നായരെയും ധ്യാനിനെയും വെച്ച് ഒരു പ്രസംഗം നടത്തി. ആ പ്രസംഗമാണ് നിങ്ങൾ കേട്ടത്. ഈ തൃശയും വിജയും തമ്മിലുള്ള ഗോസിപ്പുകൾ നമുക്കറിയാം, കാലാകാലങ്ങളായിട്ട് നമ്മൾ കേൾക്കുന്നതാണ്. ഇവർ തമ്മിൽ എന്തൊക്കെ ബന്ധങ്ങളുണ്ടെന്നൊക്കെയാണ് പറയുന്നത്. അത് കാരണം വിജയുടെ ഭാര്യ വണങ്ങിപ്പോയി എന്നൊക്കെ ന്യൂസുകളൊക്കെ ഒരുപാട് വന്നിരുന്നു. തമാശ രൂപേണ ഞാനൊരു CM ആകുമെങ്കിൽ തൃശ വന്നതുപോലെ, എന്താ വെച്ചാൽ വിജയുടെ സത്യപ്രതിജ്ഞയ്ക്ക് തൃശ കരഞ്ഞ കണ്ണുമായി അതുപോലെ തന്നെ മുല്ലപ്പൂയിട്ട് സാരി ഉടുത്തി ഒക്കെയാണ് അവിടെ വന്നിരുന്നത്. അത് വീഡിയോ എല്ലാവരും എടുത്തതാണ്. എല്ലാ ചാനലുകളും, ഇന്ത്യയിലെ മിക്ക ചാനലുകളും അതെല്ലാം സംപ്രേഷണവും ചെയ്തിരുന്നതാണ്. ജനങ്ങളെല്ലാവരും കണ്ടതുമാണ്. അത് ചർച്ചയായതുമാണ്. അങ്ങനെ തന്നെ ഞാൻ CM ആകുമ്പോൾ അവിടെ നവ്യ നായർ വരണം എന്ന് പറഞ്ഞാണ് ധ്യാൻ പറയുന്നത്. ധ്യാനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഈ പറയുന്ന നവ്യ നായരോടുള്ള ഇഷ്ടം പണ്ട് മുതലേ തുടങ്ങിയതാണെന്ന് ആദ്യമേ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇതൊരു സിനിമയുടെ പ്രൊമോഷനായിട്ട് വന്നപ്പോൾ ഇപ്പോഴാണ് ഞങ്ങൾക്ക് സിനിമയിലാണെങ്കിലും ഒന്നിക്കാൻ കഴിഞ്ഞത് എന്നുള്ള രീതിയിലാണ് ധ്യാൻ പറയുന്നത്. അതൊരു തമാശ രൂപേണയാണ്. പക്ഷേ ഈ തമാശ നമ്മൾക്കൊക്കെയാണ്, തമിഴ്നാട്ടുകാർക്ക് ഇത് ഓക്കെ അല്ല എന്നുള്ളതാണ്. അവിടെ തമിഴ്നാട്ടിലെ സോഷ്യൽ മീഡിയയിൽ മൊത്തം ഈ ധ്യാനിനെതിരെ ഒരുപാട് ഹൈബർ ആക്രമണം നടക്കുന്നുണ്ട്. പക്ഷെ ചിലരുണ്ട് അത് മനസ്സിലാക്കിയവർ, അവർ പ്രത്യേകമായിട്ട് ഞാൻ നോക്കിയപ്പോൾ അതിനകത്ത് കമന്റ് ഇട്ടിട്ടുണ്ട്, ഇത് ഈ പറയുന്നത് പോലെ അല്ല, അവിടെ ഒരു തമാശ രൂപേണ അവതരിപ്പിച്ചതാണ്. അതുപോലെ തന്നെ ധ്യാനിനെ മലയാളികൾക്കെല്ലാം ഇഷ്ടമാണ് ഇങ്ങനെ സംസാരിക്കുന്നത് കൊണ്ട്. പുള്ളി ഇങ്ങനെ തന്നെയാണ് പല ഇന്റർവ്യൂസിലും അതുപോലെ തന്നെ സ്റ്റേജിലൊക്കെ സംസാരിക്കുന്നത്. അതിലാണ് കൂടുതലും പുള്ളിക്ക് അറ്റൻഷൻ കിട്ടിയത്. അത് പുള്ളി തമാശ രൂപേണ അവതരിപ്പിച്ചതാണെന്ന് പറയുന്നുണ്ടെങ്കിലും അതിന് താഴെ വന്നിട്ട് ഈ ഫാനിസം ബാധിച്ച കുറെ പേരുണ്ടല്ലോ. ഈ തമിഴ്നാട്ടിൽ ഒരു കുഴപ്പമുണ്ട്, ഈ ഫാനിസം ഒരുപാട് ബാധിച്ചവരാ. അവർക്ക് ഒരു നടനെയോ നടിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അവരെ കുറിച്ച് ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അവന്റെ കാര്യം പോക്കാം. അവർ മേല് കീഴ് ചിന്തിക്കത്തില്ല. അതുപോലെ തന്നെ നമുക്കറിയാം, ഈ ആരാധന മൂത്ത് അമ്പലങ്ങളും പള്ളികളൊക്കെ പണിഞ്ഞു കളയും. പണ്ട് ഖുഷ്ബുവിന് അമ്പലം പണിഞ്ഞു, നയൻതാരയ്ക്ക് അമ്പലവും പള്ളി അങ്ങനെ പണിയാൻ പോകുന്നെന്ന് പറയുന്നു. അതുപോലെ തന്നെ വിജയിയെ അവർ അവിടുത്തെ ഒരു വലിയൊരു ദൈവമായിട്ടൊക്കെയാണ് കാണുന്നത്. രജനീകാന്ത്, അജിത്ത്, അപ്പം ഇവർക്കെല്ലാം അവരുടേതായ ഫാനിസം ഒക്കെ ഉണ്ട്. പക്ഷെ അത് ഓവർ ഫാനിസമാണ്. അവർക്ക് ജോലിക്ക് പോയില്ലെങ്കിലും കൂലിക്ക് പോയില്ലെങ്കിലും ഒന്നും കുഴപ്പമില്ല. അങ്ങനെ കുറച്ച് ഫാൻസുകാരുണ്ട്. അവർക്ക് ഇവരുടെ അണ്ണൻ പറയുന്നതാണ് വേദവാക്യം. ഈ അണ്ണൻ പറഞ്ഞ വിജയ് അണ്ണൻ, രജനി അണ്ണൻ, അതുപോലെ അജിത്ത് അണ്ണൻ എന്നൊക്കെ ഉണ്ടല്ലോ. പക്ഷെ അതിനകത്ത് കൂടുതലും ഈ ഫാൻസുകാരോട് നിങ്ങളുടെ ആ ഫാനിസം ഒന്നും എന്നോട് കാണിക്കണം, നിങ്ങൾ ജോലിക്ക് പോകും എന്നൊക്കെ പറഞ്ഞത് ഈ പറഞ്ഞ അജിത്ത് മാത്രമേ ഉള്ളൂ. അജിത്ത് പറഞ്ഞ് ഈ ഫാനിസത്തിന്റെ പേരിൽ എനിക്ക് വേണ്ടി ആരും ഫ്ലെക്സ് വയ്ക്കുകയോ ഒന്നും ചെയ്യരുത് എന്നൊക്കെ പല പ്രാവശ്യം അജിത്ത് പറഞ്ഞിട്ടുണ്ട്. ബാക്കിയുള്ളവരാരും അങ്ങനെ പറഞ്ഞാൽ ഞാൻ കേട്ടിട്ടില്ല. അപ്പൊ എന്തായാലും ഈ വിജയ് ആരാധകർ എന്ത് ചെയ്യുന്നു വെച്ചാൽ ഇവർ സൈബർ ഇടത്തിലും അതുപോലെ തന്നെ പ്രക്ഷോഭമായിട്ടൊക്കെ റോഡിലൊക്കെ ഇറങ്ങിയിരിക്കുകയാണ് ഈ ധ്യാനിനെതിരെ. ഇതേ പരിപാടിയിൽ തന്നെ ഈ പറഞ്ഞ അജു വർഗീസ് പറയുന്നുണ്ട് ഇനിയിപ്പോ തമിഴ്നാട്ടിലും കയറണ്ടെന്ന് തമാശ രൂപേണ പറയുന്നുണ്ട്. അതുപോലെ തന്നെ വിജയോട് പറയുന്നുണ്ട് നൻപന പൈത്യം, അതുകൊണ്ട് ക്ഷമിച്ചേക്കണം എന്നൊക്കെ അജു വർഗീസ് പറയുന്നുണ്ട്. അതും അവിടെ തമാശ രൂപേണ അവതരിപ്പിച്ചെങ്കിലും എനിക്ക് തോന്നുന്നു അജുവിന് ഈ തമിഴ്നാട്ടുകാരുടെ സ്വഭാവം ഏകദേശം അറിയാമെന്ന് തോന്നുന്നു. ഇവരൊക്കെ യാത്ര ചെയ്യുന്നവരാണല്ലോ. അപ്പം തമിഴ്നാട്ടുകാർക്ക് ഇങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇഷ്ടപ്പെടത്തില്ലെന്ന് അപ്പോഴേ ഇത് വേറെ രീതിയിൽ ഈ ഫാൻസുകാർ കൊണ്ടുപോകുമെന്ന് അജു വർഗീസ് അപ്പോഴേ ചിന്തിച്ചു എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെയാണ് അജു വർഗീസ് അവിടെ ഈ കാര്യം പറഞ്ഞതായിട്ട് എനിക്ക് തോന്നുന്നത്. നമ്മൾ ഇരുന്ന് വീട്ടിൽ സംസാരിക്കുമ്പോൾ നമ്മളാണല്ലോ എല്ലാം അങ്ങനെ പറയുന്ന തമാശകളൊക്കെയാണ്. അപ്പം ഇനി ഒരു കാര്യം എനിക്ക് മനസ്സിലായി, ഇനി തമിഴ്നാട്ടിലോട്ട് കയറാൻ പറ്റില്ല. അതുകൊണ്ട് എന്റെ പൊന്ന് CM സാർ, വിജയ് സാർ, കൂട്ടുകാരൻ എങ്ങനെ പറയുന്നത് നൻപൻ എനിക്ക് പൈത്യം, അതിനാൽ എനിക്ക് ഒന്നുകൂടെ പണ്ണ മുടിയാണ് മങ്ങിക്കില്ല. അപ്പൊ ആ സ്റ്റേജിൽ തന്നെ എല്ലാവരും ഇത് തമാശയായിട്ടാണ് എടുത്തത്. ഇത് കേൾക്കുന്നവർക്കെല്ലാം അറിയാം, ധ്യാനിനെ അത്ര അറിയാവുന്നവർക്കും അറിയാം ഇത് തമാശയാണ് എന്നുള്ളത്. അല്ലാതെ ഒരാളെ പബ്ലിക്കായിട്ട് അവമാനിക്കാനോ അല്ലെങ്കിൽ ഒന്നും അല്ല പറഞ്ഞത്.
ഞാൻ പറഞ്ഞിട്ടുണ്ട് പല പ്രസംഗങ്ങളിലും ധ്യാൻ കൊടുക്കേണ്ട രീതിയിൽ ചിലർക്ക് കൊടുക്കുന്നുണ്ട്, കൊള്ളുന്ന രീതിയിൽ ഹാസ്യരൂപേണ അവതരിപ്പിച്ച പലർക്കും കൊള്ളുന്ന രീതിയിൽ പറയുന്നത് ധ്യാനാണ്. പക്ഷെ ഈ പ്രാവശ്യം കൊണ്ടത് ധ്യാന് തന്നെ തിരിച്ചാണ് എന്നുള്ളത് മാത്രമേ ഉള്ളൂ. തമിഴ്നാട്ടിൽ ഇപ്പൊ കയറാൻ പറ്റത്തില്ല, കയറി കഴിഞ്ഞാൽ ധ്യാന്റെ കാര്യം പോക്കാം. അപ്പം ഇത് പ്രശ്നം തണുക്കുന്നത് വരെ തമിഴ്നാട്ടിലേക്ക് പോകാതിരിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. മറ്റൊന്നുമല്ല, നമുക്ക് പലരെയും പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റും. പക്ഷേ ഈ തമിഴ്നാട്ടിലെ ഫാൻസുകാരോട് പറഞ്ഞ് മനസ്സിലാക്കാൻ ഭയങ്കര പാടാണ്. അവിടെ നമുക്ക് ഇവർക്കെതിരെ ഒന്നും ഒരു തമാശ പോലും പറയാൻ പറ്റത്തില്ല. ഈ നടന്മാർക്കെതിരെ പോയിക്കോട്ടെ, നടിമാർക്കെതിരെ ആയിക്കോട്ടെ, ഇവര് വലിയ വലിയ നടിമാർക്കെതിരെ ആയിക്കോട്ടെ, നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല. MGR മുതൽ ഇങ്ങോട്ട് നോക്കിയാൽ മതി, ജയലളിത, ഇവരൊക്കെ സിനിമയിൽ നിന്ന് വന്ന് മുഖ്യമന്ത്രിയായവരാണ്. ഈ പ്രാവശ്യം തന്നെ എടുത്തു കഴിഞ്ഞാൽ ഈ പറയുന്ന വിജയ് CM ആകുമെന്ന് എത്ര പേര് പറഞ്ഞു, അല്ലെ എത്ര ചാനൽ പറഞ്ഞു. പക്ഷെ അതെല്ലാം തകിടം മറിച്ചുകൊണ്ട് വിജയ് അവിടെ ഇപ്പൊ CM ആയി. ഏറ്റവും കൂടുതൽ സീറ്റ് കിട്ടിയത് ഈ പറഞ്ഞ വിജയ്ക്കാണ്. അപ്പം തമിഴ്നാട്ടിൽ എത്രമാത്രം ഫാൻസം ബാധിച്ചിട്ടുണ്ട് എന്ന് നമ്മൾ ചിന്തിച്ചോണം. അത് പണ്ട് മുതലേ ഉള്ളതാണ്. ഇവർ ഈ ഫാൻസുകാർ ഇപ്പം ഒരു നടൻ, ആ നടന് വേണ്ടി മരിക്കാൻ വരെ അവർ റെഡിയാണ്, ഒരു നടിക്ക് വേണ്ടി മരിക്കാൻ വരെ അവർ റെഡിയാണ്. സ്വന്തം കുടുംബവും ഗോത്രവും ഒന്നും അവർ നോക്കത്തില്ല, കുടുംബത്തിൽ ബാക്കിയുള്ളവരെങ്ങനെ കഴിയുന്നൊന്നുമില്ല. പല നടന്മാർക്ക് വേണ്ടി മരിച്ച ചരിത്രങ്ങളുണ്ട്. എല്ലാവരും ഇങ്ങനെയാണെന്നല്ല ഞാൻ പറയുന്നത്. പക്ഷെ ഇതിൽ ചെറിയൊരു ശതമാനം ബോധമുള്ളവരുണ്ട്. അവർ പറയുന്നുണ്ട് ഇത് തമാശയാണ്, ഇത് കാര്യമല്ല, ഇതിങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് ബോധിപ്പിക്കാൻ പോകുമ്പോൾ അവരിലേക്കും അവരുടെ കമന്റുകൾ വരുന്നുണ്ട്. അവരെ കുറിച്ച് അറിഞ്ഞുകൊണ്ട് പറഞ്ഞതാണ്, அவரை நசிப்பிக்க வேண்டி പറഞ്ഞാൽ அது എന്നൊക്കെ പറയുന്നുണ്ട്. நான் முதலமைச்சராக பதவியேற்கும் போது நீ புடவை கட்டி வர வேண்டும். மலையாள நடிகரின் பேச்சுக்கு விஜய் ரசிகர்கள் கடும் எதிர்ப்பு. தான் முதலமைச்சராக பதவியேற்கும் போது புடவை கட்டி கொண்டு முன் வரிசையில் வந்து அமர்ந்து ஆனந்த கண்ணீர் வடிக்க வேண்டும் என நடிகை நவ்யா நாயரை நோக்கி கூறினார். தமிழக முதலமைச்சராக விஜய் பொறுப்பேற்ற போது நடிகை த்ரிஷா முன் வரிசையில் புடவையில் வந்து ஆனந்த கண்ணீர் வடித்த சம்பவத்தை தான் இதனால் விஜய் ரசிகர்கள் நடிகர் தயான் சீனிவாசன் மற்றும் நவ்யா நாயரை സമൂഹ വലൈതളത്തിൽ വറുത്തെടുത്ത് വരുகின்றனர். എന്തായാലും നവ്യ നായർക്ക് അത്രയും പ്രശ്നമുണ്ടെന്ന് തോന്നുന്നില്ല. ധ്യാൻ ശ്രീനിവാസനാണ് വിഷയം. പിന്നെ ഇത് ദയാൻ ശ്രീനിവാസൻ എന്നൊക്കെയാണ് പറയുന്നത്. അപ്പൊ ധ്യാൻ ശ്രീനിവാസൻ എന്നുള്ള പേര് ചിലപ്പോൾ എഴുതാതിരുന്നാൽ ചിലപ്പോൾ രക്ഷപ്പെട്ടു പോകും. മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ ബോഡി ലാംഗ്വേജിലൊക്കെ കണ്ടുപിടിച്ച് കളയും എങ്ങനെ നമ്മൾ പോയെന്ന് പറഞ്ഞത്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. മാക്സിമം പോകാതിരിക്കാൻ ശ്രമിക്കുക. നമുക്ക് പലരെയും പറഞ്ഞ് മനസ്സിലാക്കാനൊക്കെ നമുക്ക് പറ്റും. പക്ഷേ ഈ ഫാനിസം തലയെ പിടിച്ചവരോട് നമുക്ക് പറഞ്ഞു കൊടുത്താൽ അവർക്കൊന്നും മനസ്സിലാവില്ല. പലരും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പല ഓൺലൈൻ തമിഴ് ചാനലുകളിലും ഈ ന്യൂസ് വന്നപ്പോഴൊക്കെ അതിന് താഴെയൊക്കെ നല്ല ബോധമുള്ളവരുണ്ട്. തമിഴ്നാട്ടുകാർ തന്നെ പറയുന്നുണ്ട് ഇത് തമാശയാണെന്നൊക്കെ പറഞ്ഞ്. പക്ഷെ ഇത് രാഷ്ട്രീയമായിട്ട് ഉപയോഗിക്കുന്ന കുറെ പേരുണ്ട്. ഈ തൃഷ വിജയ് ബന്ധം രാഷ്ട്രീയമായിട്ട് ഉപയോഗിക്കുന്ന നേരത്തെ പോലെ ഉപയോഗിക്കുന്നുണ്ടായിരുന്നു. ഇപ്പം ഇത് ഈ വിഷയം കൂടെ ഒന്ന് ഒത്തു കിട്ടിയപ്പോഴത്തേക്ക് അത് രാഷ്ട്രീയമായിട്ട് ഉപയോഗിക്കുന്നവരുണ്ട്. അതുപോലെ ഫാൻസുകാർ ഇത് കേട്ടവാദി കേൾക്കാത്തവാദി ഞാൻ കണ്ണനെ എന്നെ സ്വന്തം എന്ന് പറഞ്ഞുകൊണ്ട് ഇറങ്ങിയിട്ടുണ്ട്. എന്താണെങ്കിലും ഞാൻ കണ്ണനെ തൊട്ടാൽ തിരിയുമെന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് അവിടെ ഭയങ്കരമായിട്ട് അവർ ഇറങ്ങിയിരിക്കുന്നത്. അജു വർഗീസ് പറഞ്ഞ പോലെ ഈ തമിഴ്നാട്ടിലോട്ട് കയറാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. തമിഴ്നാട്ടിലെ ഒരു ഫാനിസമാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അവർ ഫാനിസത്തിന് വേണ്ടി അവരെന്തും ചെയ്യും. അവരിഷ്ടപ്പെടുന്ന നടനും നടിക്കും വേണ്ടി അവരെന്തും ചെയ്യും. അപ്പൊ അങ്ങനെ ഒരു 70-80%, 75% പേരുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ബാക്കി 25% പേർക്ക് കുറച്ചൊക്കെ ബോധമൊക്കെ വെച്ചിട്ടുണ്ട്. പണ്ടത്തെ പോലെയല്ല. രാജ്യത്തിനൊരു ഫാൻസുകാര്, വിജയ്ക്ക് ഫാൻസ്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അപ്പൊ പലർക്കും പല ഫാനിസമാണ്. ഒരു നടന്നു വേണ്ടിയിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മരിക്കാൻ വരെ തയ്യാറായി നടക്കുന്നവരാണ്. ഇവരോടൊന്ന് പറഞ്ഞു കൊടുത്താൽ അല്ലെങ്കിൽ ഇത് തമാശയാണ് എന്ന് പറഞ്ഞു കൊടുത്താൽ പോലും മനസ്സിലാകത്തില്ല എന്നുള്ളത് നമുക്ക് ആ കമന്റ് ബോക്സ് വായിക്കുമ്പോൾ തന്നെ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാവും. അപ്പൊ ഇവരോടൊക്കെ നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കാൻ ഭയങ്കര പാടാണ്. നമ്മൾ തമാശ രീതിയിൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ കൂടുതലും ഇനി കൂടുതലും തമിഴ്നാട്ടിലേക്ക് അധികം യാത്ര ചെയ്യാതിരിക്കുക. ഇതൊന്ന് ഒതുങ്ങുന്നത് വരെ, വേറെ എന്തെങ്കിലും കോൺട്രവേഴ്സി വന്ന് ഇത് മറക്കുന്നത് വരെ ധ്യാൻ ഇനി കൂടുതലും തമിഴ്നാട്ടിലേക്ക് അധികം പോകണ്ട. എന്ന് വെച്ചാൽ ഇവരുടെ ഇടയിൽ പെട്ട് കഴിഞ്ഞാലുണ്ടല്ലോ അത് ഒന്നൊന്നര പേടിയിലായിരിക്കും. പിന്നെ അവരോട് നമ്മളൊക്കെ എന്ത് മലയാളം തമിഴ് മിക്സ് ചെയ്ത് എങ്ങനെ വേണം അവരെ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിച്ചാൽ അത് ഒരിക്കലും നടക്കാനും പോകുന്നില്ല. ഇത് തമാശ രീതിയിൽ അവതരിപ്പിച്ചാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ധ്യാന്റെ സ്വഭാവം അറിയാം, എല്ലാം അറിയാം. അത് തമാശയാണ്. ഇത് മനസ്സിൽ എന്തെങ്കിലും വെച്ചുകൊണ്ട് എനിക്കാണെങ്കിൽ ഇന്ന ആളെ ഇന്നത് പറയണം എന്ന് വെച്ചാൽ വിജയുമായിട്ട് ധ്യാൻ എന്താ പ്രശ്നം, അതായത് ഋഷിയുമായിട്ട് ധ്യാൻ എന്താ പ്രശ്നം? ഒന്നുമില്ല, നമുക്കറിയാം. അപ്പൊ അത് അവിടെ നവ്യ നായരെ വെച്ചൊരു തമാശ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ധ്യാൻ അവിടെ പറഞ്ഞതാണ്. പക്ഷെ എന്ത് ചെയ്യാം, ചക്കിന് വെച്ചത് കൊക്കിന് കൊണ്ടു എന്ന് പറഞ്ഞതുപോലെ ഇവിടെ കൊണ്ടതിപ്പം ഈ പറയുന്ന ധ്യാനിന് തന്നെയാണ്. അതുപോലെ തന്നെ ഈ തമിഴ്നാട്ടിലെ ഇപ്പം വിജയ് CM ആയി. അപ്പൊ ഇനി അടുത്തത് പലരും പല ചർച്ചകളും ആക്കുന്നുണ്ട്. ഞാൻ കഴിഞ്ഞ ദിവസം കണ്ട ന്യൂസാണ്. അടുത്തത് തൃശ്ശയാണോ, അടുത്ത ജയലളിത, ഇപ്പൊ MGR വന്നപ്പോൾ ജയലളിത വന്നു, അതുപോലെ വിജയ് വന്നു കഴിഞ്ഞപ്പോൾ ഇനി തൃശ്ശ വരുമോ എന്നൊക്കെ അവിടെ ചർച്ചകൾ അവിടെ അകത്ത് നടക്കുന്നുണ്ട്. അവിടെ ഭൂലാകാശമായ ചർച്ചകളാണ്. ഇവരെ രണ്ടുപേരും എവിടെയെങ്കിലും വെച്ച് കണ്ടു കഴിഞ്ഞാൽ അപ്പ വീഡിയോ എടുത്തിടുക, ഫോട്ടോ എടുത്തിടുക, അതിന് വേണ്ടി ചർച്ചയൊക്കെ നടക്കുന്നുണ്ട്. അത് അതിനകത്താണ്. അവർ തമിഴ്നാട്ടിൽ തന്നെ അത് പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര ഫാൻ ഫൈറ്റ് ഒക്കെ നടക്കുന്നുണ്ട്. രാഷ്ട്രീയമായിട്ട് ഫൈറ്റ് നടക്കുന്നുണ്ട്. അതിനിടയ്ക്കാണ് ഈ പറഞ്ഞ ധ്യാൻ ഇങ്ങനെ ഒരു വെടിയും കൊണ്ട് അവിടെ പൊട്ടിച്ചത്. എന്തൊക്കെയാണെന്ന് പറഞ്ഞാലും ഒരു 1.5 ബോംബായിട്ടാണ് ഇപ്പൊ അവർക്ക് തോന്നുന്നത്. നമുക്കറിയാം ഇതൊന്നുമില്ലെന്ന്. പക്ഷെ അവർക്ക് അതൊരു വലിയൊരു ബോംബാണ്. പിന്നെ എതിർ കക്ഷികൾക്ക് അത് വീണ് കിട്ടിയൊരു സൗഭാഗ്യവും.
അപ്പൊ ഇതെല്ലാം കൂടെ ചേർന്ന് ധ്യാനിന് തമിഴ്നാട്ടിലേക്ക് കുറച്ച് ദിവസത്തേക്ക് പോകാൻ പറ്റത്തില്ല എന്ന് തന്നെ എനിക്ക് തോന്നുന്നത്. ഇതൊക്കെ തമാശയാണെന്ന് ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കൂ എന്ന് ഇനി ആരോടെങ്കിലും പറഞ്ഞ് ഈ ഫാൻസുകാരെ ശരിക്കും ഇരുത്തി ക്ലാസ് കൊടുത്ത് മനസ്സിലാക്കിപ്പിക്കണം. അല്ലാതെ അവിടുത്തെ ഫാൻസുകാരൊന്നും മനസ്സിലാക്കൂല. പറ്റിയത് പറ്റി. ഇനി ഇതിനകത്തുനിന്ന് ഇപ്പൊ ഊരാൻ നോക്കിയാൽ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇപ്പം ധ്യാൻ വന്നിട്ട് ഞാൻ അങ്ങനെ പറഞ്ഞത് ഒരു തമാശ രൂപേണയാണ്, ഞാൻ ആരെയും മനസ്സിൽ വെച്ചോണ്ടല്ല എന്ന് പറഞ്ഞാലൊന്നും ഇവര് കേൾക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അത്രയ്ക്കും അവർക്ക് ഫാനിസം ബാധിച്ച ആൾക്കാരാണ് അവിടെ ഉള്ളത്. ഏതായാലും പുലിവാലാണ് ഇപ്പൊ പിടിച്ചിരിക്കുന്നത്. ധ്യാൻ പിടിച്ചത് തമാശയാണെങ്കിലും അത് പുലിവാലായി പോയി എന്നുള്ളതാണ്. ധ്യാനെതിരെ ഒരുപാട് സൈബർ ആക്രമണങ്ങൾ ഇപ്പൊ തമിഴ്നാട്ടിൽ നടക്കുന്നുണ്ട്. കൂടുതലാണ് നടക്കുന്നത്. ഇപ്പൊ ഈ വിജയുടെ കുടുംബത്തിലൊക്കെ ഒരുപാട് ചർച്ചയായതും വിജയുടെ കുടുംബത്തെ വെച്ചൊക്കെ ഒരുപാട് പ്രശ്നങ്ങൾ ഈ തൃശ കാരണമാണ് ഉണ്ടാകുന്നതെന്നൊക്കെ പറഞ്ഞ് ഘോരഘോരമായിട്ട് അവിടെ ഇപ്പോഴും അവിടെ ആ കമന്റ് ബോക്സുകളിലൊക്കെ നിറഞ്ഞു നിൽക്കുന്ന സംസാരങ്ങളൊക്കെ ഇപ്പൊ നടക്കുന്നുണ്ട്. കുറച്ചൊക്കെ ധ്യാനിൽ നിന്നും മാറി തൃശയെ അറ്റാക്ക് ചെയ്യുന്ന പോലൊക്കെ വന്നിട്ടുണ്ട്. ഈ വിജയുടെ കുടുംബം തകർത്തത് ഈ പറഞ്ഞ തൃശയാണെന്ന് പറഞ്ഞൊക്കെ അതിനകത്ത് ചർച്ചകളൊക്കെ നടക്കുന്നുണ്ട്. പക്ഷെ ഇടയ്ക്ക് ധ്യാനം വിട്ടു പണി കിട്ടുന്നുണ്ട്. ചിലർ പറയുന്നുണ്ട് ധ്യാൻ പറയുന്നതിൽ എന്താണ് തെറ്റ്, ധ്യാൻ പറഞ്ഞത് ശരിയല്ലേ, തൃശ അതുപോലല്ലേ പോയത്, അപ്പൊ അതുകൊണ്ടായിരിക്കും അങ്ങനെ പറഞ്ഞതെന്നൊക്കെ പറയുന്ന മറ്റൊരു വിഭാഗവും ഉണ്ട്. എന്തായാലും അവിടെ ഒരു വെടിക്കെട്ടിന് തിരികൊളുത്തിയിരിക്കുകയാണ് ധ്യാൻ. അപ്പൊ ഈ വെടിക്കെട്ടിന് തിരികൊളുത്തിയ ധ്യാന് ഈ കുറച്ച് ദിവസം അങ്ങോട്ട് പോകാതിരിക്കാൻ ശ്രമിക്കുക ഈ തമിഴ്നാട്ടിലേക്ക്. തമിഴ്നാടിന്റെ ബോർഡറിലെ തമിഴ്നാട്ടിലേക്ക് സ്വാഗതം എന്ന് പറയുന്ന ആ സ്ഥലം കാണുമ്പോൾ തന്നെ വണ്ടി ചവിട്ടി വെക്കുക. എന്തെങ്കിലും ഒരു അലിഗേഷൻസ് ഇനി വേറെ ആരെങ്കിലും കുറിച്ച് എപ്പോഴെങ്കിലും ചർച്ച വരുമ്പോൾ അല്ലെങ്കിൽ മറ്റൊരു വിഷയം വരുമ്പോഴത്തേക്ക് ആ വിഷയത്തിലേക്ക് ഇവരെല്ലാം കൂടെ കടന്നു കൂടുമ്പോൾ ഇതങ്ങ് മറക്കും. ആ സമയത്ത് നെക്സ്റ്റ് ആയിട്ട് പോകാന്നുള്ളതേ ഉള്ളൂ. നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം.